Hello friends, welcome to Toppers World. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിന്റെ ബേസിക് സയൻസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സെക്കൻഡ് ടേം മോഡൽ എക്സാം, അതായത് നിങ്ങളുടെ ഹാഫ് ഇയർലി മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ ആണ്. ക്രിസ്മസ് എക്സാം സ്പെഷ്യൽ. ഓക്കെ, 2025 പുതിയ പാഠപുസ്തകം, പുതിയ ടെക്സ്റ്റ് ബുക്ക് അടിസ്ഥാനത്തിലുള്ള ബേസിക് സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ ആദ്യം ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് എല്ലാം വായിക്കുക, ആൻസറുകൾ എഴുതുക. അതിനുശേഷമാണ് ആൻസർ കീ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് കേട്ടോ. ആൻസർ കീ അതിനുശേഷമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. സെക്കൻഡ് സമ്മേറ്റീവ് അസസ്മെന്റ് 2025-26 2025-26 30 മാർക്കിൻ്റെതാണ്. മാർക്ക് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ എല്ലാത്തിനും ആൻസർ എഴുതാൻ നോക്കുക കേട്ടോ ആദ്യം. അപ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റി 1, you know that all flowers are not similar. In many ways they are different. Question number A flower with all the 4 parts, calyx, corolla, androecium and gynoecium is a dash flower. Options male, female, complete. Question B question ആണ് അതിലെ. The main parts of a flower are partially tabulated below. Complete the table. Parts pedicel, കാലിക്സ്, ഗൈനീഷ്യം തന്നിട്ടുണ്ട്, ഒരു ഫംഗ്ഷനും തന്നിട്ടുണ്ട്, മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ. ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ ഫില്ല് ചെയ്യേണ്ടതാണ്. ഇനി സി, ദ പിക്ചർ ഓഫ് എ ഷൂ ഫ്ലവർ ഇസ് ഗിവൺ ബിലോ, ലേബൽ ദ മാർക്ക്ഡ് പാർട്സ്. അതായത് ചെമ്പരത്തിയുടെ ചിത്രം തന്നിട്ടുണ്ട്, മാർക്ക്ഡ് 1, 2, 3, 4 അതിൻ്റെ പാർട്ട് പേര് എഴുതുക കേട്ടോ. ആക്ടിവിറ്റി 2, ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ഫ്ലവേഴ്സ് ത്രൂ റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷനിലൂടെ ആണല്ലോ സീഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ഫ്ലവേഴ്സിൽ നിന്ന് എന്തുണ്ടാവുന്നു, സീഡ്സ് ഉണ്ടാവുന്നു അല്ലേ. അപ്പോൾ അതിനെ തുടർന്ന് ABC ക്വസ്റ്റ്യൻസ് ഉണ്ട്. A ക്വസ്റ്റ്യൻ നോക്കാം. വേർ ആർ ദ പോളൻ ഗ്രെയിൻ സീൻ ഇൻ എ ഫ്ലവർ? ഓപ്ഷൻസ് ആന്തർ, ഓവറി, സ്റ്റിഗ്മ, സ്റ്റൈൽ. B, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ മെയിൽ ഫ്ലവർ ആൻഡ് ഫീമെയിൽ ഫ്ലവർ. നെക്സ്റ്റ് C, വാട്ട് ആർ യൂണിസെക്ഷൽ ആൻഡ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ്? ഗിവ് എക്സാമ്പിൾസ് ഫോർ ഈച്ച്. ഇനി ആക്ടിവിറ്റി 3, ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഇൻ എ ഫ്ലവർ ദ ഓവറീസ് ബിക്കംസ് ദി ഫ്രൂട്ട്. Option A, which of the following flower has more than one ovary? Options mango, bitter gourd, lady's finger, custard apple. B, what are multiple fruits? Give 2 examples. C question, classify and tabulate the following fruits. നമുക്ക് തന്നിരിക്കുന്ന ഫ്രൂട്ട്സിനെ സിമ്പിൾ ഫ്രൂട്ട്, അഗ്രിഗേറ്റ് ഫ്രൂട്ട്, മൾട്ടിപ്പിൾ ഫ്രൂട്ട്, സ്യൂഡോ ഫ്രൂട്ടിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് എഴുതണം കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ആക്ടിവിറ്റി 4 ആണ്. യു ഹാവ് ലേൺഡ് that the air we breathe is a mixture. Option A, which is the most abundant gas in Earth's atmosphere? അതിൽ നമുക്ക് ഓപ്ഷൻ വരുന്നത് നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, ഹൈഡ്രജൻ. B question, which components of air are being used in activities such as respiration and photosynthesis? Option C, what are the adverse effects of burning plastic waste? ഓക്കെ, അപ്പോൾ ഇത്രയാണ് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ആക്ടിവിറ്റി 5 ആണ്. അപ്പോൾ ആക്ടിവിറ്റി 5 എയ്തർ A or B ആണ് നമുക്ക് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് A അല്ലെങ്കിൽ B ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ രണ്ടും നിങ്ങൾക്ക് പറഞ്ഞു തരാം ആൻസേഴ്സ്. യു നോ ദാറ്റ് മാറ്റർ ഹാസ് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാഷിയസ് സ്റ്റേറ്റ്സ്. ഓപ്ഷൻ A ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഈസ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ വേർ ദ മോളിക്യൂൾസ് ദ ക്ലോസസ്റ്റ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ. B ക്വസ്റ്റ്യൻ വരുന്നത് വൈ ഡു ഗ്യാസസ് ആൻഡ് ലിക്വിഡ്സ് ഡോണ്ട് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്? C question, what is meant by a pure substance? Give examples ആണ്. സോറി. അപ്പോൾ അതിൽ ഓർ വരുന്നത് B ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയാവും. അങ്ങനെ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പറിൽ. നമുക്ക് നോക്കാം. Haven't you understood that we use pure substances and mixtures in many situations in our day-to-day life? A question, iron powder can be separated from sand using. Options filtering, magnet, wind, oil. B, describe the process of separating butter from curd. C, explain the method of preparation of a natural drink consumed during summer. ഇനി ആക്ടിവിറ്റി 6ലും എയ്തർ A or B ചെയ്താൽ മതിയാകും. നമ്മളിതിൽ രണ്ടിൻ്റെ ആൻസറും ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് ഏതാണ്
നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിൽ ചോദിച്ച ചോദ്യങ്ങൾ ഏത് ഭാഗത്തു നിന്നാണ് ശ്രദ്ധിച്ച് എല്ലാം പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ആ ഭാഗങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒന്ന് പഠിക്കാൻ ട്രൈ ചെയ്യുക എല്ലാവരും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കാം. ദ ബോഡീസ് ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. ഇതാണ് നിങ്ങളുടെ ഹിന്റ്. ഇതിൽ ABC ക്വസ്റ്റ്യൻസ് ഉണ്ട്. എ ക്വസ്റ്റ്യൻ, ഡാഷ് ക്യാൻ ബി യൂസ്ഡ് ടു ഒബ്സർവ് സെൽസ്. ഹാൻഡ് ലെൻസ്, പെരിസ്കോപ്പ്, മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ് ഓപ്ഷൻസ് ആണ്. B, explain the method of preparing a slide to observe the cheek cells. C, what are unicellular organism? Why can't we see them with naked eyes? Okay. In a lower question, or B, you have observed the water collected from pond, paddy fields with the help of suitable instruments. Option A question, which of the following is a multicellular organism? Leash, amoeba, paramecium, euglena. B question, what are the life processes carried out in multicellular organisms? C question ആണ്, unicellular organisms have smaller cells and multicellular organisms have larger cells. What is your response to this statement? അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ വായിച്ചിട്ടുണ്ട്. കുറച്ച് സ്പീഡിലാണ് വായിച്ചിരിക്കുന്നത്. നിങ്ങൾ പൗസ് ചെയ്തിട്ട് ആൻസർ എഴുതുക കേട്ടോ. കാരണം നമുക്ക് വീഡിയോ അല്ലെങ്കിൽ ഒരുപാട് ലെങ്തി ആവും. ക്ലാസ് ലെങ്തി ആവാതിരിക്കാനാണ് കുറച്ച് സ്പീഡിൽ എപ്പോഴും ചെയ്യുന്നത്. ഇനി ആൻസേഴ്സിലേക്ക് കടക്കാം. ആൻസർ കീ ആണ്. ആക്ടിവിറ്റി 1-ലെ എയുടെ ആൻസർ കംപ്ലീറ്റ് ഫ്ലവർ. ബിയുടെ ആൻസർ വരുന്നത് നമ്മളിത് ഫില്ല് ചെയ്യുക. പെഡിസൽ, സ്റ്റോക്ക് ദാറ്റ് അറ്റാച്ചസ് ദ ഫ്ലവർ ടു ദ പ്ലാന്റ് സ്റ്റെം. കാലിക്സ് പ്രൊട്ടക്ട്സ് ദ ഫ്ലവർ ബഡ്. ആൻഡ്രീഷ്യം, മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ. ഗൈനീഷ്യം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദി ഫ്ലവർ. നെക്സ്റ്റ് വരുന്നത് പിക്ചർ ഓഫ് എ ഷൂ ഫ്ലവർ ഇസ് ഗിവൺ ബിലോ. ലേബൽ ദ മാർക്ക്ഡ് പാർട്സ് ആണ്. മാർക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റിഗ്മ, പെറ്റൽ, സെപ്പൽസ്, ഓവറി. ഇനി ആക്ടിവിറ്റി 2 ആണ്. അതിൽ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആന്തർ ആണ്. ഇനി ബി, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ മെയിൽ ഫ്ലവർ ആൻഡ് ഫീമെയിൽ ഫ്ലവർ നോക്കാം നമുക്ക്. മെയിൽ ഫ്ലവേഴ്സ് possess only stamens, male reproductive organs, while female flowers possess only pistils, carpels, female reproductive organs. ഇനി മെയിൽ ഫ്ലവർ എന്താണ്, ഫീമെയിൽ ഫ്ലവർ എന്താണെന്നും കൂടി അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. മെയിൽ ഫ്ലവർ കണ്ടെയ്ൻസ് ഓൺലി ദ സ്റ്റേമൻ, ആന്തർ ആൻഡ് ഫിലമൻ ആൻഡ് ലാക്സ് ദ പിസ്റ്റിൽ, കാർപ്പൽ. Female flower contains only the pistil, carpel, stigma style ovary and lacks the stamen. അതിൽ തന്നെ സി ക്വസ്റ്റ്യൻ ആണ്. യൂണിസെക്ഷൽ ആൻഡ് ബൈസെക്ഷലിൻ്റെ ആൻസർ കേട്ടോ. യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ഹാവ് എയ്തർ മെയിൽ ഓർ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. ഏതെങ്കിലും ഒന്നേ ഉണ്ടാകുള്ളൂ. വൈൽ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ഹാവ് ബോത്ത്, രണ്ടും ഉണ്ടാവും. ഈ പപ്പായ അത് യൂണിസെക്ഷൽ ആണ്. ഹിബിസ്കസ് ബൈസെക്ഷൽ ആണ് കേട്ടോ. അപ്പോൾ അതിനെ വേറെ വേറെ ആൻസർ എഴുതാൻ ഇതുപോലെ എഴുതണം. Unisexual flowers, flowers that contain either only stamens or only pistils, carpels. Examples, papaya, watermelon, cucumber. Bisexual flowers, flowers that contain both stamens and pistils, carpels. Examples, hibiscus, rose and lily. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി ആണ്. ആക്ടിവിറ്റി 2 ആണ് കേട്ടോ. അത് എഴുതാൻ വിട്ടുപോയത് അവിടെ. ആക്ടിവിറ്റി 2, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്ലവർ ഹാസ് മോർ ദാൻ 1 ഓവറി? കസ്റ്റാർഡ് ആപ്പിൾ ആണ്. അടുത്തത് മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്താണെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് ഫോം ഫ്രം ദി ഫ്യൂഷൻ ഓഫ് ഓവറീസ് ഓഫ് മെനി ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് ഓഫ് എൻ ഇൻഫ്ലോറൻസൻസ് ഇൻ ടു എ സിംഗിൾ മാസ്. പൈനാപ്പിളും ബ്രെഡ് ഫ്രൂട്ടും എക്സാമ്പിൾ. ഇനി നമുക്ക് ടേബിളാണ്. സിമ്പിൾ ഫ്രൂട്ട് മാംഗോ, പപ്പായ, ഗുവ. അഗ്രഗേറ്റ് കസ്റ്റാർഡ് ആപ്പിൾ, സ്ട്രോബെറി, പോളിയാത്തിയ ഫ്രൂട്ട്. മൾട്ടിപ്പിൾ ഫ്രൂട്ട് പൈനാപ്പിൾ, ബ്രെഡ് ഫ്രൂട്ട്. സ്യൂഡോ ഫ്രൂട്ട് കാഷ്യൂ ആപ്പിൾ, ആപ്പിൾ, റോസ് ആപ്പിൾ. ഇനി ആക്ടിവിറ്റി 4 ആണ്. ഇതിൽ ഓക്കെ വിച്ച് ഇസ് ദ മോസ്റ്റ് അബണ്ടന്റ് ഗ്യാസ് ഇൻ എർത്ത്സ് അറ്റ്മോസ്ഫിയർ? നൈട്രജൻ ആണ്. അടുത്തത് വിച്ച് കമ്പോണന്റ് ഓഫ് എയർ ആർ ബീങ് യൂസ്ഡ് ഇൻ ആക്ടിവിറ്റീസ് സച്ച് ആസ് റെസ്പിറേഷൻ ആൻഡ് ഫോട്ടോസിന്തസിസ്? ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇതിലില്ലേ ആക്ടിവിറ്റി എഴുതിയതിൽ ഞാൻ ആക്ടിവിറ്റി എഴുതാൻ വിട്ടിട്ടുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യുക, ഞാൻ ആക്ടിവിറ്റി ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. ഓക്കെ, ആക്ടിവിറ്റി 3, ആക്ടിവിറ്റി 2, ഓക്കെ ആക്ടിവിറ്റി 2, ആക്ടിവിറ്റി 3 പേര് കൊടുക്കാൻ വിട്ടുപോയതുകൊണ്ടാണ് കേട്ടോ, സോറി. ഇത് ആക്ടിവിറ്റി 1 ആണ്. ആക്ടിവിറ്റി 2
ഇത് ആക്ടിവിറ്റി 3. ഓക്കെ, ഇവിടെ ഞാൻ 2 എന്ന് എഴുതിയത് കേട്ടോ, സോറി. അതുകൊണ്ടാണിത് വീണ്ടും റിവേഴ്സ് അടിച്ച് കാണിച്ചത്. ആക്ടിവിറ്റി 3 ആണ് കേട്ടോ. നിങ്ങൾക്കൊരു സംശയം വരാൻ പാടില്ലല്ലോ, അതിനു വേണ്ടിയാണ്. ആക്ടിവിറ്റി 4 ആദ്യത്തെ എ ആൻസർ നൈട്രജൻ, ബി ആൻസർ ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. 4ന്റെ സി ആൻസർ എയർ പൊല്യൂഷൻ ആൻഡ് ഹെൽത്ത് ഹസാർഡ്സ് ആണ്. Burning plastic waste releases several toxic chemicals and greenhouse gases which can cause air pollution, contributing to smoke and acid rain, respiratory problems and other health issues in humans and animals. Environmental contamination of soil and water, contribution to climate change. Activity 5 ആൻസർ either A or B ആണ്. നമുക്ക് രണ്ടും നോക്കാം. എയുടെ ആദ്യത്തെ ആൻസർ കേട്ടോ. എ ക്വസ്റ്റിൻ്റെ എ ആൻസർ വരുന്നത് സോളിഡ് ആണ്. അതിൽ ബി ആൻസർ വരുന്നത് മോളിക്യൂൾസ് ക്യാൻ മൂവ് ഫ്രീലി. ഇത് എന്തുകൊണ്ടാണെന്നറിയോ, എക്സ്ട്രാ നിങ്ങൾക്ക് വായിക്കാനാണ് കേട്ടോ ഇത്രയും എക്സ്പ്ലനേഷൻ തന്നിരിക്കുന്നത്. ഇത് ആവശ്യമില്ല, നമുക്ക് ഒരു 1 വേർഡ് ആൻസറൊക്കെ ആകുമ്പോൾ അത് മാത്രം എഴുതിയാൽ മതിയാവും. ഒരു 2 മാർക്സ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇത് എഴുതണം കേട്ടോ. അതിന് വേണ്ടിയാണ്, അതും കൂടി വായിക്കാൻ വേണ്ടിയാണ് ബ്രാക്കറ്റിൽ അത് തന്നിരിക്കുന്നത്. Then why do gases and liquids don't have definite shape എന്നുള്ളതിൻ്റെ ആൻസർ molecules can move freely. In liquids, molecules are close together but can slide past one another, allowing the liquid to flow and take the shape of its container. In gases, molecules are far apart and move randomly at high speeds, allowing the gas to expand to fill the entire volume of its container. Next, C question answer പറയാം. C question എന്ന് പറയുന്നത് what is meant by a pure substance ആണ്. A substance with a fixed composition and properties ആണ്. A pure substance is a form of matter that has a constant chemical composition and distinct properties throughout. Examples include elements like iron and oxygen and compounds like water or table salt. ഇനി ഇതിലൊരു ഓർ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതിൽ ബി ഓർ ക്വസ്റ്റ്യൻ എന്താണ്? haven't you understood that we use pure substances and mixtures in many situations in our day-to-day life? അതിൽ iron powder can be separated from sand dung using magnet ആണ് കേട്ടോ. അടുത്തത് separating butter from curd centrifugation ആണ്. അടുത്തത് explain the method of preparation of natural drink consumed during summer. സമ്മറിൽ നമുക്ക് കുടിക്കാവുന്ന ഒരു നാച്ചുറൽ ഡ്രിങ്കിൻ്റെ പ്രിപ്പറേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിപ്പറേഷൻ ഓഫ് ലെമണേഡ് ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കോമൺ ആയിട്ട് നമ്മൾ കുടിക്കുന്നതല്ലേ നാരങ്ങ വെള്ളമൊക്കെ, അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കതിൽ ലെമൺ ജ്യൂസ് വേണം, വാട്ടർ, ഷുഗർ ആൻഡ് എ പിഞ്ച് ഓഫ് സോൾട്ട്. മെത്തേഡ് സ്ക്യൂസ് ദ ജ്യൂസ് ഫ്രം ഫ്രഷ് ലെമൺസ് ഇൻ ടു എ പിക്ചർ, ആഡ് വാട്ടർ ആൻഡ് ഷുഗർ ടു ടേസ്റ്റ്, stir well until the sugar dissolves completely, add a pinch of salt and ice cubes for a refreshing taste. ഇനി ആക്ടിവിറ്റി 6 ആദ്യത്തെ കേട്ടോ എ ക്വസ്റ്റിൻ്റെ ആണ് നമ്മൾ പറയുന്നത്. അതിൽ ഡാഷ് ക്യാൻ ബി യൂസ് ടു ഒബ്സർവ് സെൽസ് മൈക്രോസ്കോപ്പ് ആണ് ആൻസർ. അതിൽ ബി ക്വസ്റ്റിൻ്റെ ആൻസർ ആണ്. The method involves gathering a clean slide, cover slip, cotton swab and saline stain solutions. Cheek cells are collected by gently scraping the inside of the cheek with the swab. The cells are then smeared onto a drop of saline solution on the slide, stained and covered with a cover slip before being observed under a microscope. ഇനി യൂണിസെല്ലുലറിൻ്റെ ആൻസർ ആണ് സി. Unicellular organisms are organisms that consist of a single cell. They cannot be seen with the naked eye because they are typically microscopic in size, far below the resolution limit of the human eye. Specialized instruments like microscopes are needed to observe them. ഇനി ഓർ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ ബി, അതിൻ്റെ ആൻസേഴ്സ് ആണ്. ബിയിലെ എ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ പറയാൻ പോകുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ മൾട്ടി സെല്ലുലർ ഓർഗാനിസം? ലീച്ച് ആണ്. What are the life process carried out in multicellular organism? Nutrition, respiration, transport, excretion, control and coordination, growth, movement and reproduction. C's answer. See question എന്താ? Unicellular organism has smaller cells and multicellular organism have larger cells. What is your response to this statement? ആണ് ഈ ക്വസ്റ്റ്യൻ ഒക്കെ വളരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. The statement wrong ആണ്. Difference in the size between organism is due to the difference in the number of cells. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുറച്ച് സ്പീഡായിട്ടാണ് പറഞ്ഞു പോയിരിക്കുന്നത്. നിങ്ങൾ പൗസ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ എക്സാമുകൾ കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ലൈവ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലൈവ് ഡിസ്കഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ എക്സാം കഴിഞ്ഞതിന് ശേഷം
നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെ ഫുൾ ആൻസേഴ്സും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആവുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു നോക്കി എല്ലാവരും ആൻസർ എഴുതാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എക്സാമിന് ശേഷം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലൈവ് ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കുക. തുടർന്ന് വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.